ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ്. കരിക്കിന്റെ ന്യൂ വീഡിയോ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു 20 മിനിറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി കാണാം. ഓക്കെ, റെഡി. ത്രില്ലിലാണ്. അതിന് ബാക്കി കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഓക്കെ, സെറ്റ്. നീ എന്ത് ഇവിടെ? അല്ല സാർ, അവിടുത്തെ പണിയാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. ഞാനൊന്ന് പോയിട്ടേ ഇങ്ങോട്ട് വരാം. ഇവിടുത്തെ പണി കഴിയുമ്പോ രണ്ടെണ്ണം നേരെ അങ്ങോട്ട് പോക്കണം. ശരി സാർ. പിന്നെ കത്തിക്കാൻ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം പറയാ. എടാ, നീ പെട്ടെന്ന് തന്നെ ഒരു ഹർജി കൊടുത്തോ, നിന്റെ ശിക്ഷ വധശിക്ഷയാക്കാൻ. എടാ, ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നാടാ. എടാ, അമ്മാതിരി കഥ അവന്മാർ അടിച്ചിറക്കിക്കുന്നത്. പാരടി പാട്ടൊക്കെ ഉണ്ട്, കേൾക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ചാടി രക്ഷപ്പെട്ടു നീ എങ്ങോട്ടെങ്കിലും പോകും. അങ്ങനെ രക്ഷപ്പെട്ടു പോയാലും നിനക്കൊരു ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? എടാ, ഇന്നലെ പരോള് കിട്ടിപ്പോയ മറ്റേ വാവളിപ്പം വൈശാഖില്ലേ, അവനോടൊക്കെ ഇവന്മാർ കഥ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൻ ഉറപ്പായിട്ട് ലോകത്തുള്ള എല്ലാരോടും ചെന്നിപ്പോ ഇത് പാഷാക്കിയിട്ടുണ്ടാവും. ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പം എനിക്കൊരു കരിയർ ഉണ്ടാവും നീ വിചാരിക്കണ്ട. ഗുണ്ടപ്പൊരി എന്ന് പേരുള്ള ഒരു ഗുണ്ടയ്ക്കും ആര് കൊട്ടേഷൻ തരാൻ പോകുന്നു. നിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് നിനക്ക് വേണം വല്ല തട്ടുകടയോ ബജ്ജിക്കടയോ ഒക്കെ ഇട്ട് രക്ഷപ്പെടാം. ഞാൻ വെറുതെ വിടത്തില്ല. എടാ, വിടരുത്. പിടിച്ചവന്റെ എല്ലൂരും ഞാൻ പഴംപൊരി ഉണ്ടാക്കും. എടാ, അങ്ങനെ കാണാൻ ചെയ്താ വാട നിന്നെ പിന്നെ കുടിച്ച് കുത്തത്തില്ലേ? നിന്റെ നീരെങ്കി നീരും. എടാ, പേരൊന്നും സ്ട്രോങ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും അവന്മാരെ? എടാ, നീ എല്ലാം അവന്മാരെ തല്ലണ്ടേ? ആ വാടന്റെ അവന്മാർക്ക് നല്ല ഉഗ്രം തല്ല് പണി കൊടുക്കണം. നിന്റെ മുതുകത്ത് വീണതിനെ കണ്ടി 10 ഉണ്ട കൂടുതൽ അവന്മാരുടെ മുതുകത്ത് വീണം. അതെങ്ങനെ? അതിനുള്ള ബുദ്ധിയാണ് ഇപ്പൊ ആലോചിക്കണ്ടേ. ആലോചിക്ക. കിട്ടിയാ? ഇവിടെ വീടിക്കച്ചവടം നടത്തുന്ന അവന്മാര്. അതെ, അതിന് വാടൻ കൈയോടെ പൊക്കിയാലോ? എടാ, അത്രക്കൊക്കെ വേണോ? ഇവിടെയുള്ള പാവങ്ങളുടെ പുകവലി മുട്ടിച്ചോണ്ട് വേണോ നമുക്ക് സന്തോഷം? നമ്മൾ ആലോചിച്ച വേറെ നല്ല അടിപൊളി ഐഡിയ കിട്ടൂലേ? എടാ, വർഷങ്ങളായിട്ട് എന്റെ ചോരയും നീരും കപവും മൂത്രവും ഉരുക്കി ഉണ്ടാക്കിയതാടാ ഈ ഗുണ്ടഗരി എന്നുള്ള പേര്. അതിനേക്കാളും വലുതല്ലോ നിന്റെയൊക്കെ കൊണച്ച വീടി. അവന്റെയൊക്കെ കട്ടയും പടവും ഞാൻ മുടക്കും. പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഞാൻ അവന്മാരെ മനസ്സിലാക്കി കൊടുക്കും. മാറി നിക്കടാ ചൂലേ. കളണ്ട് വാടാ. പ്ലാൻ മൊത്തം പാടി. ആ വാർഡ് ഇൻസ്പെക്ഷന് പോയിട്ട് ഉണ്ണാൻ പോലും പോയിട്ടില്ല. പുള്ളി ഒരു ക്യാപ്റ്റൻ കഴിച്ചു വിളിച്ചാൽ റൂമിനകത്ത് തന്നെ ഇരിക്കുക. ഫുള്ള് ഡയറ്റ് ആണ് പോലും. നമ്മൾ താക്കോൽ എങ്ങനെ എടുക്കും? എങ്ങനെ എടുക്കോളൂ എന്നോടാ? നീ ടെൻഷൻ അടിക്കല്ലേ? നമുക്ക് പ്ലാൻ നാളത്തേക്ക് മാറ്റിയാലോ? എന്റെ വാരിക്കുന്ന കേക്കല്. ലോണ്ടറി ഡ്യൂട്ടി എനിക്കാണ്. ലോണ്ടറി എടുക്കാൻ അവരിപ്പോ വരും. വരുമ്പോ ആ യൂണിഫോം കണ്ടിരിക്കില്ലേ, എന്നെ അവര് പൊക്കും. എന്നെ പൊക്കരല്ല, അറിയാം ഞാൻ താക്കും. പൊടിക്കടങ്ങടാ, ആലോചിക്കിട്ട്. ഒന്നെങ്കിൽ അവന്മാര്, ഇല്ലെങ്കിൽ നമ്മള് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മതി. അതെയാ, അവന്മാരുടെ പോക്ക് കണ്ടിട്ട് എന്തോ വള്ളി പിടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ എന്തെങ്കിലും കച്ചറ ഉണ്ടായി കഴിഞ്ഞാൽ വാടൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങും. നിനക്ക് ഉറപ്പാണ്? മണ്ടയ്ക്കാണ് ബോൾ വീണത്. അങ്ങനെ പാർട്ടി കാണും. എടാ, പാർട്ടി എന്ന് പറയുമ്പോ ബിൽഡിംഗിന്റെ ആ സൈഡ് ഈ സൈഡാ? ഈ സൈഡാണോ ആ സൈഡാണെന്ന് ചോദിച്ചാല് ഉറപ്പിച്ച് പറയാൻ എനിക്ക് ഉറപ്പില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. പോയി നോക്കട്ടെ. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നീ അവിടെ പോയി പ്ലാങ്ങി നിൽക്ക്. ആ പോലീസുകാരൻ മറുപടി നൈസായിട്ടൊന്ന് കയറി നോക്ക്. നമ്മളിതുകൊണ്ട് ഒളിപ്പിച്ചിട്ട് വരാം. എന്നെ കണ്ടില്ലെങ്കിലേ നോക്കാൻ വന്നോട്ടോ. ഞാൻ നിശ്ചയം വിളിട്ട് വരാം. പത്തൊന്ന് പിടിച്ചേ. പോയി സിമ്പിൾ കാഴ്ച. തലക്കോളൂട്ടോ ഇവന്റെ തലക്ക്. ഓ, എൻട്രേ മാസ് മാസ്. ഇട്ടോ? എങ്ങനെ? ഇങ്ങനെയോ ഇങ്ങനെയോ ഹരി ഏട്ടാന്ന് മര്യാദ കുട്ടന്മാര് വന്നേക്കുന്നു.
ഏട്ടന്റെ 28 നടത്തിയിട്ട് നീയൊക്കെ ഇവിടെ പന്ത് കളിച്ച് നടക്കുമല്ലടാ. നിങ്ങൾക്ക് കളിക്കണോ? കളിച്ചോ. അങ്ങനെയാണെങ്കിൽ ഹരിയേട്ടന് സുഖം ഒരു ടീം, ഞങ്ങൾ ഒരു ടീം. നിങ്ങൾ ആദ്യം ബാറ്റ് ചെയ്തോ. ബോൾ. പിന്നെ നീയൊക്കെ പറയുന്ന കളി കളിക്കാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് ഏറുപന്താ ഇഷ്ടം. അതെ, കളിക്കുന്ന ഏറുപന്ത് ഓക്കെ അല്ലേ? എറിഞ്ഞോ എത്ര വേണേ എറിഞ്ഞോ. എന്നെ ഏറ് നീയൊക്കെ താങ്ങോടാ ചൊക്ലി പട്ടികളെ. പല്ലടിച്ച് പൊട്ടിക്കാനാ തലയറിച്ച് പൊളിക്കണം. എനിക്കറിയത്തില്ല, ഈ തെണ്ടികളെ കാണുമ്പോ മാത്രം എന്റെ ഉന്നം വന്ന് തെന്നി പറഞ്ഞ പോവന്നേ. ഞാൻ പോയി വാടന വിളിച്ചോട്ടെ. ഉയർന്നടങ്ങ്. ഈ കച്ചറ മൂത്തൊരു അടി പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള പോലീസുകാർ മുഴുവൻ ഇങ്ങോട്ട് വരും. ആ ഗ്യാപ്പിൽ നമുക്ക് രക്ഷപ്പെടാം. ഗുഡ് പ്ലാൻ. കിട്ടും പൊട്ടിച്ച്. അയ്യോ ഡിങ് ഡിങ് ഡോ അടിയടാ പൂരം ചമ്മന്തി. ചമ്മന്തി അരച്ചോണ്ട് പോയ ബോർഡ് നീയൊക്കെ ഈ പാവം മഹാരാജാവിന്റെ തലയെറിഞ്ഞ് പൊട്ടിക്കോളാ. ആരവിടെ ഇവന്മാരെ കൊണ്ട് നല്ല ഇടിക്കൂ. ഇത്രയ്ക്ക് ദണ്ണം വരെ നീ ബാഹുലേടാ. നിന്റെ അമ്മൂമ്മയുടെ നായരോ? അല്ലാതെ നീ കാറ്റിനകത്ത് കാടും പറഞ്ഞ മൂടി കാക്ക തൂറി കിടക്കുന്ന ഈ തൊലിഞ്ഞ പ്രതിമ എന്താവാനാ? തൊലിഞ്ഞ പ്രതിമേ ഈ മാനായ മനുഷ്യൻ ആരാന്ന് അറിയണോ നിനക്കൊക്കെ? അറിയില്ല. നീ പറ, നിനക്കറിയല്ലോ, പറ. അതിപ്പോ മോഹനാണോ അതെങ്ങനെ ആളെ പറയുന്നത്? ഇനിയിപ്പോ പറഞ്ഞ കാര്യം തല പോയില്ലേ? ആരായാലും എന്താ ഞാൻ പറയാം. ഇന്ത്യക്കാരായത് ഇന്ത്യക്കാർക്ക് വേണ്ടി പോരാടിയ ബ്രിട്ടീഷുകാരനായ ഇന്ത്യക്കാരായിരുന്നു സർ വില്യം ബാർബർ. തലേന്തി അയ്യോ, ഇത് പുള്ളിയുടെ പ്രതിയായിരുന്നോ? എന്നാ തീർന്നോടാ, നീയൊക്കെ തീർന്നത് വിഷയമാവും. നീ ബാർബറിന്റെ തല വെട്ടിയല്ലടാ? ആ വെട്ടടാ വെട്ടും. തലകറി വെച്ചോ? അല്ല തന്നെ നീയൊക്കെ പറഞ്ഞ ആര് വിശ്വസിക്കാനാണ്? ഞങ്ങളത് ചെയ്തെന്ന് തെളിയിക്കാൻ നിന്റെ കൈ തെളിവൊന്നുമില്ലല്ലോ. തെളിവില്ലടാ, സാക്ഷികളുണ്ട്. നമ്മള് 4 പേര്. ചേട്ടന്മാരെ, ഞാൻ ഇതൊന്നും മറച്ചു പിടിക്കുന്നില്ല. ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത് പ്ലീസ്. സത്യം ഞാൻ പറയാം, ഞാൻ കണ്ടാണ് ഈ പുള്ളി ബോർഡെറിയത്. അടുത്ത സാക്ഷി. ഇവനൊക്കെ ഏതാ? നിന്നെ ആരാണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വിട്ടത്? ഞാനാണ് ഉണ്ടാക്കിയത്. ഓ, രാവിലെ ഉണ്ടാക്കിയതായിരിക്കും ഇവനെ. അതേടാ, ഇവൻ നിന്റെ ശർക്കര കുട്ടനാ. ഇല്ല ചേട്ടാ, ചെയ്തൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞാ പോരെ. ഞാൻ സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ എടുക്കൂ. ആവശ്യമില്ലാത്ത തേറി സത്യം പറയാൻ നീ ആരാടാ? വെടിയുണ്ടാ ആണോ? എന്നാ ഞാൻ ഹരികുണ്ട. നൈസ് ടു മീറ്റ് യു. അടുത്ത കേസ്. പ്രതിമ പൊട്ടിച്ചാൻ പോരാ, ദൃക്സാക്ഷി അടിച്ച് ബോധം കെടുത്തി. നിനക്കൊക്കെ ഇന്ന് നല്ലോണം കിട്ടൂടാ. മുതുകത്തെ ഇന്ന് സുഖിയനായിരിക്കും വരാൻ. നല്ല സുഖമായിരിക്കും. അതിനു മുന്നേ നിന്റെയൊക്കെ എല്ലൂരി ഞാൻ പഴമര ഉണ്ടാക്കൂടാ. ആടാ, നമ്മൾ തന്നെ പൊളിച്ച. ആദ്യം നീയൊക്കെ തെളിയിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പിടിച്ച് അങ്ങ് ജയിലിടാ. എന്താ പണിയാ? എന്താ പ്രശ്നം? എന്റെ പൊന്നു ജോസഫ്, ഈ പ്രതിമ കണ്ട ഇവന്മാരെ പൊട്ടിച്ചാണ്. എന്നിട്ട് അതിന് സാക്ഷി പറയുന്നത് പാവം വെടിയുണ്ടേനെ അടിച്ച് ബോധം കെടുത്തത്. പതിച്ചടം തുറന്ന് പോയാ എങ്ങനെയും പോട്ടെ. എന്നിട്ട് ഇവന്മാരെ മുട്ടൻ ചോദനെ കാണിച്ചതും പോരാ, ഗുണ്ടായിസോ എന്നിവിടെ നടക്കൂലട്ടാ. നീർക്കോലി, നീ ആരാ ഇവിടുത്തെ മൂപ്പനാ പ്രശ്നങ്ങൾ തീർക്കാൻ? അതെ, ഇത് നമ്മളെ അവന്മാരും തമ്മിലുള്ള പ്രശ്നം. നിനക്കൊക്കെ അവിടെ പാത്രം കഴുകയില്ലേ? അവിടെ പോയി വരക്കി പോടാ. ഭീഷണിയാടാ. അതെടാ ഭീഷണിയാടാ. പ്രശ്നമാവേ ലേടിയാ. ഹലോ, ഇവിടെ കൂടെ നിൽക്കുന്ന അനിയന്മാരെ എനിക്ക് 2 മിനിറ്റ് തരണം. അടുത്ത ആഴ്ച മന്ത്രി വരുമ്പോൾ എന്റെ പുസ്തക പ്രകാശനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ തടവും ഒന്ന് മാറി. ഇത് ഞാൻ എവിടെയോ കണ്ടു. ആരാ ഈ പ്രതിമ നശിപ്പിച്ചത്? ഇവന്മാരാ സാർ, ഇവന്മാരാ. ഇതാരാണെന്നറിയോ? ഇതിന്റെ ചരിത്രം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇപ്പൊ ചരിത്രം തെളിച്ചോണ്ട് വന്നൊരുത്തന്നെ കവാല അടിച്ചു പുറക്കി വിട്ടതല്ലോ. തനിക്കും വേണോ? ഇല്ല വിട്ടുവെക്കോ. സത്യമാണ്. അത് കാര്യമായിട്ട് സാറ് കയറി ചോദിക്കും. നമ്മള് കട്ടയ്ക്ക് കൂടെ ഉണ്ട്. ആയുധബലം കൊണ്ടും കൈക്കരുത്ത് കൊണ്ടും നേരിടുന്നവനല്ല യഥാർത്ഥ ധൈര്യം. അക്ഷരങ്ങൾ കൊണ്ടും അറിവ് കൊണ്ടും നേരിടുന്നവനാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കോപ്പേ, ഇനി ഇവിടെ കിടന്ന് ക്ലാസ് എടുത്തോണ്ടല്ലോ. തന്നെ ഈ കുളിക്കാത്ത വാട്ടത്തല വെട്ടി ഇവിടെ വെക്കും. നല്ല മാച്ച്. വെട്ടാൻ വരുന്ന പോത്തിനെ വെല്ലുവിളിക്കരുത്. നമുക്ക് വാടനോട് പറയാം. മതി, വാടം വരട്ടെ. വാടം വരട്ടെ. പൊട്ടിക്കട്ടെ. വാടം വരട്ടെ. നിങ്ങൾക്കൊക്കെ മാത്രമല്ലോ, നമുക്കും ഉണ്ടടാ ചിലത് പറയാൻ. എന്ത് പറയാൻ? നിന്റെയൊക്കെ കടക്കിന്ന് ഷട്ടർ വീഴാൻ പോവാ. നിന്റെയൊക്കെ വീടി കച്ചവടം ഇന്നത്തോടെ പൂട്ടും. വീടിക്കച്ചോടോ? അങ്ങോട്ട് ചുമ്മാ വെറുതെ അടിച്ചിറക്കും. നീയൊക്കെ അടിച്ചിറക്കുന്ന പോലത്തെ കഥയല്ലടാ. വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടി നിന്നെയൊക്കെ ഇന്ന് പിടിച്ചു കൊടുക്കും. എന്ത് തെളിവെന്ന്? തെളിവൊക്കെ നിന്റെ തന്നെ കാണുമല്ലോ. പോയാ വാടനെ വിളിച്ചിട്ടുണ്ടോ? വാട വന്നിട്ട് തലശ്ശേരി തൊട്ട് കോതമംഗലം വരെ ഇപ്പൊ തന്നെ പരിശോധിക്കട്ടെ. കിട്ടും തെളിവ്. തപ്പിക്കോട്ടെ. നമ്മളതിലൊന്നും ഇല്ലല്ലോ. കയ്യിലില്ലെങ്കിൽ ഉറപ്പായിട്ട് സെല്ലില് തിന്നിടത്താ ഒക്കെ സാധനം ഉണ്ടാവും. അത് ഇന്ന് തപ്പി കണ്ടുപിടിക്കുന്നവരെ വേറെ കളിയില്ലടാ. ഇവിടെ തന്നില്ലാത്തവരെ കഴിഞ്ഞ ആഴ്ച നിനക്ക് വൈകിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞോട്ടല്ലടാ എന്റെ ഒരു വീഡിയോ വെച്ച് വെച്ചത്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. തിങ്കളാഴ്ച എവിടെ വെച്ച്? പ്ലാവിന്റെ ഇടയില്
കൊടുക്കുന്നതിന് മുന്നേ അതിന് ശേഷം ജഗന് കൊടുത്തതിന് ശേഷം നീ കക്കൂസി പോകുന്നതിന് മുന്നേ ഇപ്പൊ ഓർമ്മ അവന്മാര് കുറ്റസമ്മതം നടത്തി കേട്ടല്ല ഇവന്മാര് തന്നെ സാധനം ഇവിടെ വെക്കുന്നത് നിന്റെയൊക്കെ പ്രതിമ പൊട്ടി കേസാണോ അതോ നിന്റെ വീ കച്ചവടമാണോ ഇന്ന് പ്രശ്നമാകുമ്പോൾ നമുക്ക് കാണാം. എനിക്ക് കിട്ടിയേക്കാളും നാലെണ്ണം നിനക്കൊക്കെ കൂടുതൽ വേണ്ടേന്ന് മേടിച്ചെന്നില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ. വാളന്റെ മുറിയിലേക്ക് നീയൊക്കെ ഒരു ഗുണ്ടയാണോടാ? ആണെങ്കിൽ തല്ലി തീർക്കണം. തല്ലി തീർക്കണ്ടാ ഇട്ടിച്ച് തീർക്കണം. അതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെങ്ങനെ എന്താ ഡി ബ്ലോക്കിന്റെ മുമ്പിൽ പൊരിഞ്ഞിടി. സാറേ പോയി വാടക വിളിച്ചിട്ടോ. എന്ത് ശരി പ്രതിമന്റെ ഉള്ളിലാട്ടോ വഴി. സാറേ ഈ ബോൾ ഇവിടെ കിടന്ന് കിട്ടിയതാ. അവന്മാര് പന്ത് കളിക്കുന്ന ഇടയ്ക്ക് എന്തോ അടിയണ്ടായിട്ട് എല്ലാം കൂടി മറിഞ്ഞടിച്ചാൽ പ്രതിമയുടെ മണ്ടയ്ക്ക് വീണാ. അതിന് ഇവർക്ക് ഈ ബോൾ എവിടെ കിട്ടിയോ? എന്റെ ബലമായ സംശയം ഇവന്മാരത് വിദഗ്ധമായിട്ട് സ്റ്റോർ റൂമിൽ നിന്ന് അടിച്ചു മാറ്റിയിരുന്നു. അത് തനിക്ക് എങ്ങനെ മനസ്സിലായി? ഉച്ചയ്ക്ക് ശർക്കര എടുക്കാൻ വേണ്ടി എന്റെ സ്റ്റോർ റൂമിൽ താക്കോല് മേടിച്ചോണ്ട് പോയത്. മതി, അതങ്ങ് ഏറ്റാ മതി. ഇത് അറിഞ്ഞിട്ട് ആ സനൽ സാറിങ് വരുന്നുണ്ട്. പുള്ളി ചോദിക്കുമ്പോൾ ഇതേപോലെ അങ്ങ് പറഞ്ഞേക്കണം. അയാളുടെ സ്വഭാവം അറിയാലോ, എല്ലാത്തിനും ചവച്ചടിച്ച് തുപ്പുകള്. മറ്റൊരു പോയോ? മണിയണ്ട സാറിന് ചീത്ത പറഞ്ഞ സാറേ, നമ്മൾ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്ത് പോളാ. അതെ സാറേ, അത് മാത്രമൊന്നുമല്ല. ഈ പ്രശ്നം ഒന്ന് തീർന്നോട്ടെ, എല്ലാത്തിനും പറ്റുന്നുണ്ട് ഞാൻ. സാറേ ഞാനാ സാറേ, എന്റെ ഒരു നിഗമനത്തില് ഇത് വില്യം ഹാർബറിൽ ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു ടണലായിട്ട് തോന്നുന്നു. അത്യാവശ്യം കാലപ്പഴക്കമുണ്ട്. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി ചെക്ക് ചെയ്താലും പറ്റും. എന്ത് തന്നെ ആയാലും ഒന്ന് പെട്ടെന്നായിക്കോട്ടെ. എന്തൊക്കെയുണ്ട് വിൻസെന്റ്? ആർക്കിയോളജിസ്റ്റ് അത് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. പുള്ളി പറയണത് ഇതൊരു പഴയ ടണലാന്നാ പറയുന്നത്. സാറേ, ഇവന്മാരാണ് ഇവിടെ അടിപിടി ഉണ്ടാക്കിയത്. ആ അടിപിടി കയറി ഇടപെട്ട ഒരാൾക്ക് അടികിട്ടി. അയാളെ ഡോക്ടർ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തെങ്കിലും ആവട്ടെ. വിൻസെന്റ് വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖം? ആ, സുഖമായിട്ടിരിക്കുന്നു. വർക്കൗട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ശമ്പളം ഒന്നും മുടങ്ങുന്നില്ലല്ലോ? അപ്പൊ തന്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കണ്ട് അല്ലേ? എന്താ പന്തൊക്കെ? സാറേ, ഈ പന്ത് കളിക്കണതിന്റെ ഇടയ്ക്ക് അവന്മാർ വഴക്കിട്ട പ്രതിമ തല്ലി തകർത്തു. എന്താ സാറേ നോക്കുന്നു? അല്ല, ജയിലാണോ താൻ നടത്തുന്ന അംഗനവാടിയാണോ നോക്കുമായിരുന്നു? സോറി സാർ, ഇവിടെ ആ ഫംഗ്ഷൻ നടക്കേണ്ടി വരും. ഞങ്ങളൊക്കെ ഇച്ചിരി തിരക്കിലായി പോയി. അതിന്റെ ഇടയ്ക്കാണ് ഉമ്മാർ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അവന്മാർക്ക് ഇട്ടോ ഞാൻ കൊടുത്തോളാം. ഓ, അത് താൻ കൊടുക്കാതിരിക്കും. എന്താ ചേച്ചി, തനിക്ക് കിട്ടാനുള്ളത് താൻ്റെ നേരിട്ട് അങ്ങോട്ട് വാങ്ങിച്ചോ. തന്നെ അന്വേഷിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് 2 സീനിയർ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്. സാറുമാരെന്ന് വിളിച്ചേ. ആ ബസ്റ്റ് ജോസഫ് സിംഗും കൃഷ്ണൻകുട്ടി സിംഗും. അതൊക്കെ അവിടെ നിക്കട്ടെ. എന്റെ ജീപ്പ് ഇപ്പൊ എവിടെ ഉണ്ട്?
സാറേ ബ്രേക്ക് കംപ്ലൈന്റ് ആയിട്ട് ഷെഡിൽ പാർക്ക് ചെയ്തിട്ടേക്ക്. എന്നാലേ അത് പാർക്ക് ചെയ്തേക്കണ്ട ഇറക്കം കഴിഞ്ഞിട്ടുള്ള വളവിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ഇല്ലേ അതിന്റെ അടുക്കളയില. അവന്റെ ചുണ്ടത്ത് നിന്ന് കിഞ്ഞിറങ്ങുന്നത് അവിടുത്തെ ബീട്രൂട്ട് സോസ് അല്ല, ചോരയാണ് ചോര. ഞാൻ അതുവഴി വരുമ്പോഴേ നാട്ടുകാരെല്ലാരും കൂടി 2 പഞ്ചാബികളെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കായിരുന്നു. നിന്ന് ചെറിയാണ്ട് വിളിച്ചേച്ചി കൊണ്ട് പോടോ. മാടിപ്പൊക്കി പോണത് എടോ പഞ്ചവർണ്ണ മൊണ്ണേ, ഇവന്മാര് തന്റെ മീശയുടെ ഇടയിൽ തന്നെയല്ലേ ചാടിപ്പോയത്? താനുണ്ടോടോ തനിക്ക്? സാറേ എന്താടോ? സാർ ഞാൻ നോക്കുമ്പോൾ ഞാൻ സി ബ്ലോക്കിന്റെ മേലെ വലിഞ്ഞു കയറുന്നു. പൊക്കിയപ്പോ കയ്യിലൊരു ബോളും ഇതിനുള്ളിൽ എന്താ കണ്ടോ? വീടിക്കെട്ട്. വീഡിയോ എന്താടോ ഇത്? സാറേ എനിക്ക് കിട്ടും. നിന്റെ ഒറ്റയ്ക്കുള്ള ബിസിനസ് അതോ പാർട്ട്നേഴ്സും ഉണ്ടാ? സാറേ ഞാൻ അവരുടെ സ്റ്റാഫാണ്ട്, അവന്മാരാണ് ഓണേഴ്സ്. താനാണോ എന്റെ ഇൻവെസ്റ്റർ? സാറേ ഇവന്മാർക്ക് ഇതിനകത്ത് ബീഡി കച്ചവടം. ഇവിടുത്തെ സാർമാര് കാണാതിരിക്കാൻ അവന്മാരെ ബോളിനകത്തായി ബീഡി ഒളിപ്പിക്കുന്നു അല്ലേ? അതെ. ആ നമ്മൾ കുറെ തവണ വാടൻ സാറോട് പറയാൻ നോക്കിയതാ, പക്ഷെ സാറ് കേൾക്കാൻ കൂട്ടാക്കിയില്ല. നിങ്ങൾ ഇവിടെ വന്നേ. അടുത്ത പരോൾ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഞാൻ തന്നെ ചേർക്കും. അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ പിടിച്ചെടുത്തേക്കുന്നേ? സാറേ വാണ് കൊടുക്കാൻ ബോളി വെച്ചപ്പോ അവന്മാര് തരണ്ടേ, അതാ 2 പൊട്ടിക്കേണ്ടി വന്നത്. അതിനിടെ പെട്ടുപോയ സാറേ ഈ സ്റ്റാച്ചു. വലിയ ബലം ഒന്നും ഇല്ലായിരുന്നു, തൊട്ടപ്പം തന്നെ താഴെ പോയി. അതെ ഞങ്ങള് ഇരിക്കാൻ വേണ്ടി അവിടെ പിടിച്ചെടുത്തിരുന്നത്. വെരി ഗുഡ്. കരോളൂല്ല പോയി നിക്കണം അവിടെ. ആ 4 വിളിച്ച് ബാക്കിയെല്ലാത്തിനും പിടിച്ച് സെല്ലി കയറ്റി. എല്ലാത്തിനും സല്ലി കേട്ടോ. സാറേ എന്നെടുത്തു ഒരാൾ കുറവുണ്ടെന്ന് തോന്നുന്നു. സാറേ ഇതിനകത്തൊരു ബുക്ക് ഇട്ടിട്ടുണ്ട്. ആള് പോയി. വേട്ടയാട് വിളയാട്. സാറേ അത് പി ടി സാറിന്റെ ബുക്കാ. നീ ഏതാ? ബുക്കാണ് മന്ത്രി വരുമ്പോ പ്രകാശനം നിയമിച്ചിരുന്നത്. ആളുടെ ഫോട്ടോ ഉണ്ട് ബാക്കില്. ഇവനാണോ? പുള്ളിയുടെ കാണും സാറേ. സാറേ ഒരാള് മിസ്സിംഗ് ആണ്. മിസ്സിംഗാ? അപ്പൊ ഒരു സംശയം വേണ്ട, ഇവൻ തന്നെ. ഇവൻ അതിൽ കൂടെ ചാടിയിട്ടുണ്ടാവും. അല്ല സാറേ ചിലപ്പോ ഈ ടണലിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇറങ്ങിയതാണെങ്കിലും. പിന്നെ കേറി ഇറങ്ങി പഠിക്കാനായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ കവാടമുള്ളത്. എല്ലായിടത്തും ലിസ്റ്റിൽ പേരൊക്കെ ഉള്ള സാറേ. എന്റെ ഒരു നിഗമനത്തിൽ പുള്ളി അങ്ങനെ ചാടിപ്പോൻ സാധ്യതയില്ല. അപ്പൊ മരതക മൊണ്ണേ, ഇയാൾ ഈ നല്ല നടപ്പും വായനയൊക്കെ ഉണ്ടല്ല, അയാളുടെ അടവാണ്. 5 പുലിത്തോല് പിടിച്ച കേസിൽ 10 കൊല്ലം അപ്പക്കാട് ജയിലിൽ കിടന്നവനവൻ. ഇതേപോലെ നല്ല നടപ്പിന് ചാടാൻ നോക്കിയതാ. അപ്പൊ ഞാനായിരുന്നു അവിടെ വാർഡൻ, അതുകൊണ്ട് അവൻ നടന്നില്ല. ഇപ്പൊ കടുവേനെ വണ്ടി ഇടിച്ച കേസിലല്ലേ അവനകത്ത് അയക്കണത്. ആ അന്ന് ഫോറസ്റ്റുകാർ കൃത്യസമയത്ത് എത്തിയോണ്ട് ആ കടുവയുടെ ബോഡി വിത്ത് തോല് കിട്ടി, അല്ലെങ്കിൽ അതും വിത്തൗട്ടായാനെ. സാർ ഉദ്ദേശിച്ച ആള് PT സാർ തന്നെയാണോ? PT സാറാ? എടോ പുലിത്തോല് ഗോപി, അതാണ് അയാളുടെ വിളിപ്പേര്. വേട്ടയാട് വിളയാട് അയാളുടെ ആത്മകഥയായിരിക്കും. കൊണ്ടോ ആ വീട്ടിൽ നോക്കി, ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. ടണലിന് എന്തോരം ദൂരമുണ്ട്? ടണൽ കണ്ടിട്ട് നല്ല നീളം ഉണ്ടെന്ന് തോന്നുന്നു സാറേ, പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഓ ഇങ്ങനെ പഴം പിഴിഞ്ഞ പോലെ നിൽക്കാതെ ഏതെങ്കിലും പോലീസുകാരെ ചവിട്ടിടോ, എന്നിട്ട് പോയി തപ്പ്. തപ്പിട്ട് കാര്യമില്ല, കിളം മുങ്ങി. വീഡിയോ കണ്ടല്ലേ? കള്ളൻ I am back. Bobby is free. അടിപൊളി. മോനെ ജയിൽ ചില്ല് അടിപൊളി ഇടുക്കി. എന്തായാലും കുറച്ച് നാളുകൾ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലേ വന്നത് പൊളി സാധനം. ഇതിന് മുന്നേ വന്നതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റ് ആയിട്ടില്ലായിരുന്നു. വെച്ചാൽ കോമഡി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് പഴയ ഒരു വൈബ് കിട്ടിയിട്ടില്ലായിരുന്നു. ഏത് പക്ക വൈബായിട്ടോ.
പൊളി. ഓലെ എന്താ മോനെ ആ മാനരസം പിടിച്ചിട്ടേ ഗംഭീരമായിട്ട് ആള് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാരും അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ എഡിറ്റർ ആളുടെ പേര് മറന്നുപോയി. ആള് വന്നപ്പോ അതായത് ലുക്കിലും ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് മിസ്കാസ്റ്റ് ആണെങ്കിലേ അതൊരു സത്യം. ആള് പിന്നെന്താ അറിയോ, അങ്ങനത്തെ ഒരു ഇത് രസമാണ്. ആള് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതായത് കുറച്ച് ഏജ് ആയിട്ടും അങ്ങനത്തെ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആള് ഇതല്ലേ. ചേരൂലെങ്കിലും അതൊരു രസമാണ്. അതൊരു പ്രത്യേക രസമാണ് കണ്ടിരിക്കാൻ. എന്താണെങ്കിലും കിടുക്കി കേട്ടോ. അടിപൊളി. ലാസ്റ്റ് അത് ഭയങ്കരമായിട്ട് ചെയ്ത വർക്ക് പൊളിയായിട്ടുണ്ട്. എന്താണെങ്കിലും ഇനി മറ്റൊരു വീഡിയോയ്ക്ക് ഉണ്ട്. പക്ഷെ ഇനി ഇപ്പൊ ഗ്യാപ്പ് ഉണ്ടാവൂല. ഇനിയിപ്പോ സിനിമേന്റെ തിരക്കുകളാകുമ്പോ എന്തായാലും വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള സംഭവങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.